ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ചുള്ള പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര ആരംഭിച്ചു. 51 പള്ളിയോടങ്ങളോട് ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ നെഹ്റു ട്രോഫി മാതൃകയിലാണ് ഘോഷയാത്ര നടക്കുന്നത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവും ബിനിൽ ലീല സാബുവും ചേരുകയാണ്. ആദ്യം ബിനിലേക്ക് പോവുകയാണ്. ബിനിൽ, എത്തരത്തിലാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ? ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ചുള്ള പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 51 പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി മാതൃകയിലുള്ള ഘോഷയാത്രയാണ് ഇത്തവണ നടക്കുന്നത്. അനേകായിരങ്ങൾ ഇത് കാണാനായി എത്തിയിരിക്കുകയാണ്. മറ്റൊരു ജലോത്സവം അങ്ങനെ നടക്കുകയാണ്. ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ചുള്ള പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങൾ. ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, ജലഘോഷയാത്ര അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് കാഴ്ചകൾ? പള്ളിയോടങ്ങളുടെ ബി ഹീറ്റ്സ് മത്സരങ്ങൾ അല്പസമയത്തിനുള്ളിൽ അവസാനിക്കും. ഇനി ഒരു ഹീറ്റ്സ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ അവസാനിച്ചതിന് ശേഷമാകും എ വിഭാഗം വള്ളങ്ങളുടെ പള്ളിയോടങ്ങളുടെ മത്സരങ്ങൾ ഉണ്ടാവുക. എന്തായാലും വലിയ ആവേശകരമായ രീതിയിലാണ് ഈ പള്ളിയോടങ്ങളുടെ മത്സരം ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇവിടെ പുരോഗമിക്കുന്നത്. ഇരു കരകളിലുമായി നിരവധി ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിന്റെ ഫൈനലിനടക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുമ്പോൾ ഇത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ബി പള്ളിയോടങ്ങളുടെ ബി വിഭാഗം പള്ളിയോടങ്ങളുടെ മത്സരം അവസാനിക്കുമ്പോൾ ഇപ്പോൾ ഇരു കരകളിലും നിരവധി ആളുകൾ, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫൈനലോടെത്തുമ്പോൾ ഇതിലും ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യും. പ്രത്യേകിച്ച് ഇതൊരു ഐതിഹ്യത്തിന്റെ ഭാഗമാണ്, ആചാരത്തിന്റെ ഭാഗമാണ്, ഈ കരക്കാരുടെ ഉത്സവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ കരക്കാരാണ് പ്രധാനമായും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 52 പള്ളിയോടങ്ങളാണ് ഇരു വിഭാഗങ്ങളുമായി മത്സരിക്കുന്നത്. അതിൽ എ വിഭാഗം അതിൽ തന്നെ 11 ഹീറ്റ്സ് മത്സരമുണ്ട്. ഇപ്പോൾ അവസാനമായി ബി വിഭാഗം പള്ളിയോട് മത്സരം ഇപ്പോൾ അവസാനിക്കുന്നതിന് ശേഷം 11 ഹീറ്റ്സ് കൂടിയുണ്ട്. ഏകദേശം 5 മണിയോട് കൂടി ഈ ഫൈനലിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആവേശം ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ഭാഗമായി ഇവിടേക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ചരിത്രവും ഐതിഹ്യവും ഒക്കെ കലർന്ന ഒരു ആഘോഷം കൂടിയാണ്. പ്രത്യേകിച്ച് ഇത്തവണ ഈ നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ മാതൃകയിലാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ വള്ളങ്ങൾ പുറപ്പെടുന്നത്. മുൻവർഷങ്ങളിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൃത്യമായി ഈ വള്ളങ്ങൾ പുറപ്പെടുമ്പോൾ അത് നെഹ്റു ട്രോഫിയുടെ മാതൃകയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നെഹ്റു ട്രോഫിയുമായി താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലല്ല ഈ വള്ളംകളി പുരോഗമിക്കുക. പ്രത്യേകിച്ച് അവിടെ ആണെങ്കിൽ 25% പുറത്തുനിന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന ആളുകളൊക്കെ ആ വള്ളങ്ങളിലൊക്കെ ഈ ചുണ്ടൻ വള്ളങ്ങളിൽ ഉണ്ടാകും. പക്ഷെ പള്ളിയോടങ്ങൾ നമുക്കത് കാണാൻ സാധിക്കില്ല. പള്ളിയോടങ്ങളിലുള്ളത് ആ കരക്കാർ തന്നെയാണ്. 52 കരയുണ്ടെങ്കിൽ ഇപ്പോൾ ചെന്നിത്തല എന്ന് പറയുന്ന കരയുണ്ട്, അല്ലെങ്കിൽ സമാനമായ റാന്നിയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അത്തരം ഒരു കരയാണെങ്കിൽ ആ കരയിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ഈ തുഴച്ചിൽക്കാരായി വള്ളത്തിൽ ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ആ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലാണ്, ആ ഈണത്തിലും താളത്തിലും തുഴഞ്ഞാണ് അവർ ഈ പമ്പയാറ്റിലൂടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരിക. എന്തായാലും ബി വിഭാഗം വള്ളങ്ങളുടെ മത്സരം ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ഹീറ്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷമാകും എ വിഭാഗം പള്ളിയോടങ്ങൾ മത്സരം നടക്കുക. അതാണ് ഏറ്റവും ആവേശകരമായ